ഹലോ, ജംബോ പ്ലംബിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ലീക്കേജ് ടെസ്റ്ററിനെയാണ്. HTC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വരുന്ന ക്ലാമ്പ് ലീക്കേജ് ടെസ്റ്റർ. അപ്പോൾ ആ ലീക്കേജ് ടെസ്റ്ററും ഒരു മൾട്ടി ഓപ്ഷൻ ആണെങ്കിലും നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് ലീക്കേജ്, കറണ്ട് ലീക്കേജ് എവിടെയാണോ, ലീക്ക് എത്രയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഇതാണ് ഇതിന് കൊടുക്കുന്നത്. അത് HTCയിലാണ് വരുന്നത്. ഇതാണ് ടെസ്റ്റർ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു കേസിലാണ് വരുന്നത്. ഓപ്ഷൻ ഞാൻ പറഞ്ഞ മാതിരി 40 മില്ലി ആംപിയർ മുതൽ 400 മില്ലി ആംപിയർ വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് 40 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ നമുക്ക് 1 മുതൽ തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ വോൾട്ട് ആംപിയർ നമുക്ക് 40 മുതൽ 100 ആംപിയർ വരെ ഇതിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത മെഷർമെൻറ്റ് നമുക്ക് വോൾട്ടിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്ത് നിർത്താം. അതേമാതിരി മിനിമം റേഞ്ചിലും നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ മാക്സിമം റേഞ്ചിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതേമാതിരി തന്നെ ഇവിടെ ഒരു ബാർ ഗ്രാഫ് ഉണ്ട്. അതായത് നമ്മളെ എത്ര ആംപിയർ ആണോ വരുന്നത്, ആംപിയറിനനുസരിച്ച് ഇവിടെ ഒരു ഗ്രാഫ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരും. അത് ഹൈ ആംപിയറിലാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ് ഇങ്ങനെ കൂടി വരും. അത് ലോ ആംപിയറിലാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഒരു ബാർ ഗ്രാഫും കൂടി നമുക്ക് ഈ ഡിസ്പ്ലേൻ്റെ കൂടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പ്രോബ് ഉണ്ട്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിവിടെ വോൾട്ടേജ് 400 വരെയുള്ള വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ അടുത്തടുത്തായതുകൊണ്ട് കൺഫ്യൂഷനാണ്. അതായത് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ വോൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മീറ്റർ അടിച്ചു പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ലീക്കേജിന് മാത്രമാണ്, കറണ്ട് ലീക്കേജ്. അപ്പോൾ കറണ്ട് ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ലൈനിൽ ഇങ്ങനെ ന്യൂട്രും ഫേസിലും നേരെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്യുകയാണ് ചെയ്യുക. കാരണം ഇതൊരു CT കോയിലാണ്. ഒരു CT ആയതുകൊണ്ട് ഈ CTനുള്ളിൽ കൂടി ഒരു കേബിള്, ഒരു പവർ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ക്ലാമ്പിങ് ഇങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ആരോ മാർക്ക് മുകളിലേക്കാണ് ആരോ മാർക്ക് ഉള്ളത്. അപ്പോൾ ഈ ആരോ മാർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കണം നമ്മൾ ഇത് ഇങ്ങനെ ക്ലാമ്പ് ചെയ്യേണ്ടത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് തെറ്റായിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള റീഡിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ RCCB ഒക്കെ എന്ന് പറഞ്ഞാൽ 30 മില്ലി ആംപിയറിലാണ് നമ്മൾ RCCB ട്രിപ്പ് ആവുക. അപ്പോൾ 30 മില്ലി ആംപിയറിൽ കുറഞ്ഞ ഒരു കറണ്ട് ലീക്കേജ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു 10 മില്ലി ആംപിയർ, ഒരു 5 മില്ലി ആംപിയർ ഒക്കെ കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലീക്കേജ് കണ്ടുപിടിക്കാനായിട്ട്, ലീക്കേജ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇത്ര മില്ലി ആംപിയർ ലീക്കേജ് ആണെന്ന് മാത്രമേ ഇതിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് 10 മില്ലിയാണ് 10 മില്ലി, അത് 20 മില്ലിയാണ് 20 മില്ലി എന്നതിൽ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടും. ആ റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ഫേസിലും കൂടി ഒന്നിച്ച് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് കിട്ടും. നമുക്ക് ആംപിയറാണ് വേണ്ടിയതെന്ന് വെച്ചാൽ ഏതെങ്കിലും ന്യൂട്രലോ ഫേസിലോ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ക്ലാമ്പ് ചെയ്യുക. നമ്മൾ പറഞ്ഞ കാര്യം ഡയറക്ഷൻ മാറി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് തെറ്റും. അപ്പോൾ 30 മില്ലി ആംപിയറിൻ്റെ താഴേക്കുള്ള റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലീക്കേജ് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീക്കേജ് ഏത് ഭാഗത്തു നിന്നാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് IR വാല്യൂ ടെസ്റ്റർ വേണം. ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ആ ലീക്കേജിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് ഓരോരോ MCBകൾ നമ്മൾക്ക് ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് MCB എന്നാണ് കൂടുതൽ ആ കറണ്ട് ലീക്കേജായി പോയത്, ആ ഭാഗം പിന്നെ നമുക്കൊരു IR വാല്യൂ ടെസ്റ്റർ വെച്ചിട്ട് ആ വയറിൻ്റെ വാല്യൂ, ഇൻസുലേഷൻ വാല്യൂ കുറഞ്ഞതാണോ, അതല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ബോഡിയിൽ അടിച്ച് കിടക്കുകയാണോ, അല്ലെങ്കിൽ ഈർപ്പം കൊണ്ടാണോ, എന്തുകൊണ്ടാണ് കറണ്ട് ലീക്കേജ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് IR വാല്യൂ ടെസ്റ്റർ വേണ്ടി വരും. പക്ഷേ എത്ര മില്ലി ആംപിയർ ലീക്കേജ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ക്ലാമ്പ് ലീക്കേജ് ടെസ്റ്റർ HTC, മെട്രാവി, കുറേ കമ്പനി, മെക്കോ റിഷബ് എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനീസിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ 3 മില്ലി ആംപിയർ ലീക്കേജ്,
5 മില്ലി ആംപിയർ ലീക്കേജ്, 10 മില്ലി ആംപിയർ ലീക്കേജ്. ഈ ലീക്കേജിനൊന്നും നമ്മളെ RCCB ട്രിപ്പ് ആവില്ല. RCCB കറക്റ്റ് 30 മില്ലി ആംപിയർ ആണ് നമ്മൾ അതിൻ്റെ ട്രിപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതും തന്നെ 30 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം വോൾട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 6.5 വോൾട്ടൊക്കെ നമുക്ക് ആ വോൾട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴേക്കുള്ളൊരു ആംബിയറിൽ ലീക്കേജ് കറണ്ട് പോയി കഴിഞ്ഞാൽ അതും നമുക്ക് കൺസെപ്ഷൻ നഷ്ടമാണ്. കറണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് എർത്തായി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്രയാണെന്നുള്ളത് മാത്രമാണ് നമുക്കിതിനെ കൊണ്ട് അറിയാൻ സാധിക്കുക. അതായത് എത്ര മില്ലി ആംബിയർ ലീക്കേജ് ഉണ്ട്. പിന്നീടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മളെ മറ്റുള്ള ടെസ്റ്ററുകളാണ്. അത് IR വാല്യൂ ടെസ്റ്ററാണ്, നമ്മൾ മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ RCCB ടെസ്റ്റർ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇലക്ട്രീഷ്യന്മാരെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണിത്, മൈന്യൂട്ടായിട്ടുള്ള ലീക്കേജ്. ഈവൻ 1 മില്ലി ആംപിയർ ലീക്കേജ് വരെ നമുക്ക് ഈ ക്ലാമ്പ് വെച്ച്, ലീക്കേജ് ക്ലാമ്പ് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് പറയാൻ മറന്നുപോയി. അപ്പോൾ പ്രൈസ് വരുന്നത് 5200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് ഓൺലൈനിൽ മേടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഓൺലൈനിൽ നമുക്ക് വാറൻറ്റിക്കൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്തരം വലിയ വില വരുന്ന മീറ്ററുകളൊക്കെ നമ്മൾ ഒരു ഷോപ്പ് ബേസ് ചെയ്തിട്ട് മേടിക്കുകയാണ് ഏറ്റവും നല്ലത്, വാറൻറ്റി കിട്ടും. അപ്പോൾ നമ്മളിത് മേടിച്ചിട്ടുള്ളത് കാലിക്കറ്റ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ഷോപ്പിൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ എല്ലാ ക്ലാമ്പും അവർക്ക് ഒരുപാട് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എല്ലാ സാധനവും കിട്ടുന്നതാണ്.